തിരുവനന്തപുരത്തേക്ക് വരാം. അവിടെ സിൽവർ ലൈൻ വിരുദ്ധ സമര വിജയാഹ്ലാദ റാലി നടക്കുകയാണ്. യാക്കോബായ സഭ മെത്രാനായ ഗീവർഗീസ് മാർ കുർലോസ് റാലി ഉദ്ഘാടനം ചെയ്യും എന്നതാണ് അറിയുന്നത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അമലെ, വലിയ സന്തോഷ പ്രകടനങ്ങളാണ്. ഇപ്പോൾ സർക്കാർ ഈ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കുന്നു, മഞ്ഞക്കുറ്റികൾ പിഴുതെറിയുമെന്ന തീരുമാനമെടുത്തതിന് പിന്നാലെ ഇത് കടന്നു പോകുന്ന വഴിയിൽ ഉടനീളം ഉണ്ടായത്. ഇപ്പോൾ എങ്ങനെയാണ് തലസ്ഥാന നഗരിയിൽ അതിൻ്റെ ഒരു ആഹ്ലാദ പ്രകടനം? തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഇപ്പോൾ കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ സമര സമിതിയുടെ നേതൃത്വത്തിലുള്ള ആഹ്ലാദ പ്രകടനം നടക്കുന്നത്. അവിടെ വിജയാഹ്ലാദ റാലിയായിരുന്നു സംഘടിപ്പിച്ചത്. ഇപ്പോൾ ഏതായാലും മധുരം വിതരണം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കേരളിൻ്റെ പ്രതീകമായ മഞ്ഞക്കുറ്റിയുടെ മാതൃക കത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള വിജയാഹ്ലാദ റാലി നടക്കുന്നത്. ഗീവർഗീസ് മാർ കുർലോസ് അടക്കമുള്ള CR നീലകണ്ഠൻ അടക്കം പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഗീവർഗീസ് മാർ കുർലോസാണ് ഈ പരിപാടി, ഇവിടുത്തെ വിജയാഹ്ലാദ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത്. ഇപ്പോൾ ഈ സമരവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളായവരും സമരത്തിന്റെ ഭാഗമായ ആളുകളുമെല്ലാം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കേരയിൽ പദ്ധതി നടപ്പാക്കുമ്പോൾ സ്ഥലം നഷ്ടപ്പെടുമായിരുന്ന അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമായിരുന്ന ആളുകളാണ് ഇപ്പോൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. കേരള പദ്ധതി ഉപേക്ഷിച്ച സംസ്ഥാന സർക്കാരിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളും മറ്റുമൊക്കെ പലയിടങ്ങളിലായി ഇവർ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മധുരം വിതരണം ചെയ്ത്, ലഡു വിതരണം ചെയ്താണ് എന്തായാലും സർക്കാരിന്റെ തീരുമാനത്തെ ഇവർ സ്വാഗതം ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്യാബിനറ്റിന് ശേഷം അന്ന് മുഖ്യമന്ത്രി ഈ പ്രസ്താവന നടത്തിയപ്പോൾ ഈ കേരള പദ്ധതി, സിൽവർ ലൈൻ പദ്ധതി ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലയിലൊക്കെ പല കാര്യങ്ങളും പ്രതികരിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ഒരു വലിയ പദ്ധതി UDF അത് ഉപേക്ഷിക്കുമ്പോൾ അതിൻ്റെ ഒരു വിജയാഹ്ലാദ പ്രകടനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. അതിൻ്റെ ഒരു കൗതുകം കൂടിയുണ്ട്. അതെ, കഴിഞ്ഞ കുറെ കാലമായി ശക്തമായി തന്നെയുള്ള ഇടത് നിലപാട് തുറന്നു പറഞ്ഞിരുന്ന ഒരാളാണ് ഗീവർഗീസ് മാർ കുർലോസ്. പക്ഷേ ആദ്യമായി ആ നിലപാടിൽ മറിച്ചൊരു നിലപാട് പറഞ്ഞത് മാതൃഭൂമി ന്യൂസിനോടാണ്. മാതൃഭൂമി ന്യൂസ് ഇലക്ഷൻ ബസ് എത്തിയ സമയത്താണ് അന്ന് പത്തനംതിട്ടയിൽ വെച്ച് മാതൃഭൂമിയോട് പ്രതികരിക്കുമ്പോൾ ഈ സർക്കാർ മാറണം എന്നുള്ള നിലപാട്, ഇടത് സർക്കാർ മാറി പുതിയൊരു സർക്കാർ വരണം എന്നൊരു നിലപാട് അദ്ദേഹം തുറന്നു പറഞ്ഞത്. അന്ന് മുതൽ ഇടതുപക്ഷത്തോട് ചേർന്നുള്ള നിലപാടിൽ നിന്നും അദ്ദേഹം മാറിയിരുന്നു. ആ സർക്കാർ മാറി പുതിയ സർക്കാർ അധികാരത്തിൽ വന്നില്ല എങ്കിൽ രാജ്യത്ത് ഇടതുപക്ഷം ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു അന്ന് അദ്ദേഹം പ്രതികരിച്ചത്. അതിന്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ ഈ കേരള അല്ലെങ്കിൽ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കുന്നു എന്നുള്ള തീരുമാനം വരുമ്പോൾ അതിന്റെ വിജയാഹ്ലാദ റാലിയിലും ഗീവർഗീസ് മാർ കുർലോസ് പങ്കെടുക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാം. ഒരുപാട് കാലമായി ഇടതുപക്ഷത്തോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു പോന്നിരുന്ന ഒരാളാണ് താങ്കൾ. ഇപ്പോൾ സർക്കാർ മാറി പുതിയൊരു സർക്കാർ അധികാരത്തിൽ വരുന്നു. സുപ്രധാനമായ സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിക്കൊണ്ട്, അതിന്റെ എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കിക്കൊണ്ട് ഒരു ഉത്തരവും വരികയാണ്. എന്താണ് ഇങ്ങനെ ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ എത്താനുള്ളൊരു കാരണം? ഇത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വിജയമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കേരളയിൽ വരുത്ത സമരം ഒരു ഇടതുപക്ഷ സമരമായിരുന്നു. ഇടതുപക്ഷം എന്ന് അഭിമാനിക്കുന്ന പക്ഷം, ഭരണപക്ഷം നിർഭാഗ്യവശാൽ അതിനെതിരായിരുന്നു എന്നുള്ളത് ഒരു വൈരുദ്ധ്യമാണ്. സാധാരണ ജനങ്ങളുടെയും പരിസ്ഥിതിയുടെയും സംരക്ഷണത്തിന് വേണ്ടി നിലനിൽക്കേണ്ടവരാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്.